ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് അഫിലിയേറ്റഡ് ടു കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് ഏതൊക്കെയാണ്, അവിടുത്തെ ഫെസിലിറ്റീസ്, അക്കാദമിക്സ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫിനാൻസ് ലോ കോളേജസ് അഫിലിയേറ്റഡ് ടു കേരള യൂണിവേഴ്സിറ്റി ആണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് ഏതൊക്കെയാണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉള്ള കോളേജസ് ആണ് കേട്ടോ എല്ലാം പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ളത് ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ട. ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കോളേജാണ് ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ടയെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന്. ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ട ഈ അടുത്ത് വന്ന പുതിയ കോളേജുകളിൽ ഒന്നാണ്. കഴിഞ്ഞ ബാച്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ BA LLB കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. BCom LLB ഉണ്ട്. BA LLB BCom LLB ആണ് 5 ഇയർ LLBക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്. 3 ഇയർ LLB അവിടെ ഇല്ല. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള, ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോളേജിൽ ഒരുപാട് പ്രാക്ടിക്കൽ ലേണിംഗ് കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. സ്റ്റുഡൻസിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലേണിംഗ് കാര്യങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജാണ്. ഒരുപാട് കോച്ചിങ്ങുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോളേജിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. UPSCക്കുള്ള കോച്ചിങ്, അതായത് സിവിൽ സർവീസ് കോച്ചിങ് സെല്ലുകൾ അവിടെ ഉണ്ട്. ജുഡീഷ്യൽ സർവീസ് കോച്ചിങ് സെല്ലുണ്ട്. അവിടുത്തെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കുട്ടിക്ക് 59ാമത്തെ റാങ്ക്, അതായത് ഡിവൈൻ ലോ കോളേജ് കണ്ടക്ട് ചെയ്ത കോച്ചിങ്ങിൽ 59ാമത്തെ റാങ്ക് ഒക്കെ കിട്ടി എന്നുള്ളതൊക്കെ അവർ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UPSC കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജുഡീഷ്യൽ സർവീസ് സെല്ലുകളൊക്കെ ഉണ്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതായത് ഫ്രഞ്ച്, ജർമ്മൻ പോലെയുള്ള ലാംഗ്വേജസ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കും. അതായത് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് അവിടെ ഉണ്ട്. അതുവഴിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോർപ്പറേറ്റ് സെക്ടേഴ്സിലൊക്കെയാണ് നിങ്ങൾ ജോബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ നോക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലും അതോടൊപ്പം തന്നെ അബ്രോഡും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്നത് നിങ്ങളുടെ കോർപ്പറേറ്റ് സെക്ടർ വർക്ക്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കോച്ചിങ് സെല്ലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. കമ്പനി സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. ആർട്സ് ക്ലബ്ബ്, മീഡിയ ക്ലബ്ബ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്ലബ്ബുകളും ഒക്കെയുള്ള കരിയർ ഗൈഡൻസും അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ അവർ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോളേജാണ് ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ഒരുപാട് കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കോച്ചിങ്ങുകളും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ 5 ഇയർ LLB കോഴ്സിൽ ചൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ടയും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്, നല്ലൊരു കോളേജ് തന്നെയാണ്. അടുത്ത ലോ കോളേജ് NSS ലോ കോളേജ് കൊട്ടിയുമാണ്. NSS ലോ കോളേജ് കൊട്ടി എന്ന് പറയുമ്പോഴും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉള്ള കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജ് തന്നെയാണ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ക്യാമ്പസ് ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുള്ള കോളേജാണ്. കോളേജ് ഓഡിറ്റോറിയം ഉണ്ട്. പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് BA LLB ആണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സിൽ BA LLB മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. മൂഡ് കോർട്ട് ഒക്കെ നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ലീഗൽ എയ്ഡ് സെന്റേഴ്സ് ഉണ്ട്. ലീഗൽ എയ്ഡ് സെൽസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലോക അദാലത്തിലൊക്കെ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും അവര്. അപ്പൊ അതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ BA LLB ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അതാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് NSS ലോ കോളേജ് കൊട്ടിയം ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ BA LLB ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത